നമസ്കാരം. നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി കലാഭവൻ നവാസ് തുടരുകയാണ്. കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഉള്ളിലഞ്ഞ കുറിപ്പുമായി നടൻ ടിനി ടോം തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമാ കോൺക്ലേവിൽ നിന്ന് ആലുവയിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞുവെന്നും കലാഭവൻ ഷാജോണിന്റെ വീഡിയോ കോളിലൂടെയാണ് നവാസിനെ അവസാനമായി ഒരു നോക്ക് കണ്ടതെന്നും ടിനി ടോം കുറിച്ചു. ഞായറാഴ്ച നവാസിന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട ഹൃദയഭേദകമായ കാഴ്ചയും ടിനി ടോം പങ്കുവച്ചു. നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച ചെരുപ്പുകൾ തുടച്ചു വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ നിയന്ത്രണം വിട്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ ആസിഫ് അലിക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ്. ആസിഫ് അലി അദ്ദേഹത്തിന്റെ മരണത്തെ മോട്ടിവേഷനുള്ള വിഷയമാക്കിയെന്നാണ് വിമർശനം. ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന ആസിഫ് അലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. നവാസിന്റെ മരണം ചൂണ്ടിക്കാണിച്ച് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ല. അതിനാൽ ഉള്ള സമയം അടിച്ചു പൊളിക്കണം എന്നാണ് വീഡിയോയിൽ ആസിഫ് അലി പറയുന്നത്. പിന്നാലെയാണ് താരത്തിനെതിരെ വിമർശനം ഉയർന്നു വന്നതും. ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന്. അത്രയും അസ്ഥിരമാണ് ജീവിതമെന്നത്. നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒന്നു മാത്രമാണ്, ഉള്ള സമയം അടിച്ചുപൊളിയാക്കുക എന്നാണ് വീഡിയോയിൽ ആസിഫ് അലി പറയുന്നത്. പലരും പരാമർശത്തിനെതിരെ രംഗത്തെത്തി. ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇമാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടിയിരുന്നില്ല. ഏതാണ് ഈ മൊയന്ത്? അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു. ആ മനുഷ്യന് വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ കണ്ണീർ പൊഴിച്ചിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ചിലരുടെ വിമർശനം. ആസിഫ്, താങ്കളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ഇത് വളരെ മോശമായി പോയി. സിനിമയിലും സ്റ്റേജ് പെർഫോമൻസും കണ്ട് മാത്രമേ നമുക്ക് അദ്ദേഹത്തെ പരിചയമുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ ഷോക്കായി. താങ്കൾ ഒരു സഹപ്രവർത്തകനോട് കാണിച്ച രീതി ശരിയായില്ല, വളരെ മോശം. പ്രത്യേകിച്ച് താങ്കൾ തന്നെ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തുവെന്ന്. എന്നിട്ടും താങ്കൾ കാണിച്ച ആ രീതി ശരിയായില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം. നവാസിനെ ഖബറിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. നിനക്ക് ലേശം ഒളിപ്പുണ്ടെങ്കിൽ ഇമാതിരി വർത്തമാനം പറയില്ലായിരുന്നു. മരിച്ചിട്ട് 3 ദിവസം പോലും ആയിട്ടില്ല. ആ കുടുംബം എങ്ങനെയാണോ ഇതൊക്കെ ഉൾക്കൊള്ളുക? ഒരു കല്യാണ വീട്ടിലോ അതല്ലെങ്കിൽ മരണസമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പോലും അറിയാത്ത ചില മനുഷ്യകോലങ്ങൾ എന്നും ചിലർ പറയുന്നുണ്ട്. നെഞ്ചരിച്ചിൽ വന്ന നവാസ് ആശുപത്രിയിൽ പോയിരുന്നില്ല. താൻ അഭിനയിക്കുന്ന സിനിമയോടുള്ള താല്പര്യം കാരണം ഷൂട്ടിംഗ് സ്ഥലത്ത് തുടരുകയായിരുന്നു. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു നവാസ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് ഈ വിയോഗം പൊതുസ്ഥലത്ത് ചർച്ചയാക്കുന്നത്. ഇതിനിടയിലാണ് ടിനി ടോമിന്റെ ഫേസ്ബുക്കും ചർച്ചയാകുന്നത്.